ഈ ബൈബിൾ സ്റ്റഡിയുടെ 6-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. നീളവും വീതിയും ഉയരവും എല്ലാം തുല്യമായ ഒരു ക്യൂബ് പോലെ, ഒരു സമചതുര കട്ട പോലെ നീ ആയി. പണ്ടത്തെ പോലെ ഷേപ്പ്ലെസ് ആയിട്ട് കിടക്കാൻ നിനക്ക് പറ്റില്ല. ഇപ്പോൾ നീ നിലത്തല്ല കിടക്കുന്നത്, നീ അല്പം ഉയരത്തിലാണ്. പണ്ട് ഒരു സൈഡ് കൊണ്ട് ഭൂമിയെ നോക്കുകയും മറ്റുള്ള സൈഡ് കൊണ്ട് ലോകത്തെ നോക്കുകയും ചെയ്തു എങ്കിൽ ഇത് ഭൂമിയെ നോക്കാൻ, ഭൂമിയിലുള്ളത് നോക്കാൻ നിനക്ക് സാധിക്കയില്ല. കാരണം നീ ഭൂമിയിലെല്ലാം നിൽക്കുന്നത് മറ്റു രണ്ട് കല്ലുകളുടെ മുകളിലാണ്. ഭൂമിയുമായി നിനക്കുള്ള ബന്ധം വിട്ടുകഴിഞ്ഞു. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകവുമായുള്ള ബന്ധം വിട്ടുകഴിഞ്ഞു. ദൈവസഭയിലെത്തിയതോടെ രണ്ടുപേരുടെ മുകളിലായി നീ മാറിക്കഴിഞ്ഞു. മാത്രമല്ല, നിന്റെ വലത്തും ഇടത്തും കൂട്ടായ്മയ്ക്ക് ആള് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നീ രണ്ടുപേരെ ഭാഗികമായി ചുമക്കുന്നുമുണ്ട്. അങ്ങനെ നിന്റെ 4 വശങ്ങൾ നിന്നെ പോലുള്ള കല്ലുകളുമായി കൂട്ടായ്മയിൽ നിൽക്കുകയാണ്. ഇനിയും 2 വശങ്ങൾ അവശേഷിക്കുന്നു. ഒരു വശം ദേവാലയത്തിനകത്തേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. മറുവശം കൊണ്ട് മാത്രമാണ് നീ ലോകവുമായി ബന്ധപ്പെടുന്നത്. അല്പം പ്രതീകാത്മകമായി ആ വിഷയത്തെ നമ്മളൊന്ന് പഠിക്കുന്നത് രസാവഹമായിരിക്കും. ഒരു വിശ്വാസിയാകുന്നതിന് മുൻപ് നിനക്ക് ഈ ഭൂമിയുമായി ബന്ധപ്പെടുവാനും ലോകവുമായി ബന്ധപ്പെടുവാനും എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ സ്വാതന്ത്ര്യം വളരെ ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 4 വശവും നിന്റെ കൂട്ടായ്മക്കാരായ വിശ്വാസികൾ നിന്നെ പോലുള്ള കല്ലുകൾ മാത്രമാണ്. ഒരു സൈഡ് എപ്പോഴും ദൈവാലയത്തിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവവുമായി, ദൈവാലയത്തിന്റെ അകവുമായുള്ള ബന്ധം നിനക്കിനിയും വിടുവാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു വിശ്വാസി പറയുകയാണ്, എനിക്ക് ദൈവസഭയുമായി ബന്ധമില്ല, എനിക്ക് കൂട്ടായ്മയില്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ നീ ദേവാലയത്തിന്റെ കല്ലായിരിക്കയില്ല, ദൈവസഭയിലെ അംഗമായിരിക്കയില്ല, ജീവനുള്ള കല്ലായിരിക്കയില്ല. ജീവനുള്ള കല്ലാകണമെങ്കിൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർന്ന് നീയും പണിയപ്പെട്ടേ മതിയാകൂ. ആ കല്ലിനടുത്ത് വന്നെങ്കിൽ മാത്രമേ നിനക്ക് ജീവനുള്ള കല്ലായി മാറുവാൻ കഴിയൂ. ഒറ്റയ്ക്ക് എവിടെങ്കിലും വെളിപ്രദേശത്ത് കിടക്കുന്ന ഒരു കല്ല് ജീവനുള്ള കല്ലല്ല. കൂട്ടായ്മയില്ലാതെ ദൈവസഭയിലെ കല്ലിന് നിലനിൽപ്പില്ല. മാത്രമല്ല, ഒരു സൈഡ് കൊണ്ട് എപ്പോഴും ദൈവാലയത്തിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവാലയത്തിന്റെ അകവുമായുള്ള ബന്ധം നിനക്ക് ഒരിക്കലും വിട്ടുകളയുവാൻ സാധ്യമല്ല. അങ്ങനെ 5 ഭാഗങ്ങൾ കൂട്ടായ്മയോടുള്ള ബന്ധത്തിലോ ദൈവസഭയോടുള്ള ബന്ധത്തിലോ കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡ് കൊണ്ട് മാത്രമാണ് ലോകവുമായി നീ ബന്ധപ്പെടുന്നത്. ആരെങ്കിലും പറയാണ്, എനിക്ക് ലോകവുമായിട്ട് ഒത്തിരി ബന്ധമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒത്തിരി ബന്ധമൊന്നും ഈ ലോകവുമായിട്ട് ഉണ്ടാകാൻ സാധ്യമല്ല. കാരണം 6ൽ 1 ഭാഗം മാത്രമേ അവൻ പുറത്തേക്ക് നോക്കുന്നുള്ളൂ. 6ൽ 4 ഭാഗവും കൂട്ടായ്മയും 1 ഭാഗവും ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധവുമാണ്. 6ൽ 5 ഭാഗം കഴിഞ്ഞു ബാക്കിയുള്ള 1 ഭാഗം കൊണ്ട് മാത്രമേ നിനക്ക് ലോകവുമായി ബന്ധപ്പെടാൻ കഴിയൂ. പക്ഷെ ആരെങ്കിലും പറയുകയാണ്, എനിക്ക് ലോകവുമായിട്ട് അതിൽ കൂടുതൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നീ ദൈവാലയത്തിന്റെ കല്ലായി മാറിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നീ ദൈവാലയത്തിന്റെ കല്ലായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു അതിര് കവിഞ്ഞ് നിനക്ക് ലോകവുമായി ബന്ധപ്പെടുവാൻ സാധ്യമല്ല. വെളിമ്പ്രദേശത്ത് വെറുതെ ഒരു കല്ലായി കിടന്നപ്പോൾ നിനക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിലും ഈ ക്രിസ്തീയ കൂട്ടായ്മ എന്ന് പറയുന്നത് നിനക്കില്ലായിരുന്നു. ആലോചിച്ചു നോക്കുക, ഒരു സാധാരണക്കാരനായി നീ ജീവിച്ച കാലത്ത് നിനക്കൊരു അസുഖം വന്ന് ആശുപത്രിയിൽ പോയാൽ എത്ര പേർ നിന്നെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിരുന്നു? വല്ല ബന്ധുക്കളോ 1-2 കൂട്ടുകാരോ അവിടെ വരും. ചിലപ്പോൾ ചെറിയൊരു തുക തന്നെന്ന് വരാം. പക്ഷേ ആശുപത്രി ചെലവിന്റെ ഭൂരിപക്ഷവും നിന്റെ പോക്കറ്റിൽ നിന്ന് നീ ഉണ്ടാക്കേണ്ടി വന്നു. നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു ആശ്വാസ വാക്ക് പറയുവാൻ ആൾക്കാരില്ലായിരുന്നു. എന്നാൽ വിശ്വാസികളോട് ചോദിച്ചു നോക്കുക, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളോട് ചോദിച്ചു നോക്കുക, ഏതെങ്കിലും ഒരു അസുഖം വന്ന് അവർ ആശുപത്രിയിലായാൽ മിക്കവാറും അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുക്കേണ്ടി വരികയില്ല. അവിടെ കൂട്ടായ്മയ്ക്ക് അപ്പോൾ ആൾക്കാർ ഓടിയെത്തും. അതുപോലെ തന്നെ അവരെ ആശ്വസിപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ അവിടെ ആൾക്കാർ എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവസഭയിലെ എല്ലാ അംഗങ്ങൾക്കും എപ്പോഴും കൂട്ടായ്മ ഉണ്ടായിരിക്കും എന്നതൊരു പ്രത്യേകതയാണ്. വെളിമ്പറമ്പിൽ കിടക്കുന്ന കല്ലിന് ഒരു സുരക്ഷിതത്വവുമില്ല. ആരെപ്പോൾ വന്നതിനെ പൊട്ടിച്ചു കളയുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നീ ദൈവസഭയാകുന്ന ദേവാലയത്തിലെ കല്ലായി മാറിക്കഴിയുമ്പോൾ ആർക്കും വന്ന് പൊട്ടിക്കാവുന്ന രൂപത്തിൽ അല്ല നിൽക്കുന്നത്. നീ ഒരു കെട്ടിടത്തിന്റെ ഭാഗമാണ്. സാമാന്യബോധമുള്ള ആരും വന്ന് ഒരു കെട്ടിടത്തിന്റെ കല്ല് തല്ലിപ്പൊട്ടിക്കാൻ ശ്രമിക്കുകയില്ല. മാത്രമല്ല, വെളിം പ്രദേശത്ത് കിടന്നപ്പോൾ നിനക്ക് ഏതും ആകാമായിരുന്നു. അരുതേ എന്നൊരു വാക്കില്ലായിരുന്നു. ഏത് ഷേപ്പിലും കിടക്കാമായിരുന്നു, എവിടെയും കിടക്കാമായിരുന്നു. എന്നാൽ ദൈവസഭയിലെ അംഗത്തിന് അങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. എവിടെയും കിടക്കുന്ന അവസ്ഥയല്ല ദൈവസഭയിലെ അംഗത്തിനുള്ളത്. അവനെ എവിടെ കിടക്കണം, എങ്ങനെ കിടക്കണം, ഏത് വലിപ്പത്തിൽ കിടക്കണം, അതിനൊക്കെയും ചില ചട്ടങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട്.
അല്പം സ്വാതന്ത്ര്യക്കുറവുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ നിനക്കിപ്പോൾ കൂട്ടായ്മയുണ്ട്. ഒരു സൈഡ് കൊണ്ട് ദേവാലയത്തിനകത്തേക്ക് നോക്കി നീ ദൈവദേശത്ത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പണ്ട് നിനക്ക് കാണുവാൻ ഈ ലോകത്തിന്റെ വെളിച്ചങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവാലയത്തിന്റെ കല്ലായി നീ മാറിയപ്പോൾ ദൈവാലയത്തിനുള്ളിലുള്ള ദൈവദേശത്ത് നിനക്ക് കാണുവാൻ കഴിയുന്നു. പണ്ട് ലോകവുമായി നിനക്ക് ഇഷ്ടം പോലെ ബന്ധപ്പെടുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവാലയത്തിന്റെ കല്ലായതോടെ അതിനുള്ള സ്വാതന്ത്ര്യം അല്പം കുറഞ്ഞുപോയി എന്നത് ശരിയാണ്. ദൈവാലയത്തിലെ കല്ലുകൾക്ക് പുറം ലോകവുമായി അല്പം ബന്ധമുണ്ട്. അതേ, വാസ്തവത്തിൽ ആറിൽ ഒരു ബന്ധം മാത്രമാണുള്ളത്. അതിലധികം ബന്ധപ്പെടുവാൻ നിനക്ക് അനുവാദമില്ല. അങ്ങനെ യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ സഭയാകുന്ന മന്ദിരം പണിയപ്പെടുകയാണ്. അതിനാദ്യമിട്ടതായ കല്ലുകൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ തുടങ്ങിയവരാണ്. ആ കൂട്ടത്തിൽ തന്നെ പത്രോസ് ആകുന്ന കല്ലാണ് ഏറ്റവും ആദ്യം യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് വെച്ചത്. എന്തുകൊണ്ടാണ് പത്രോസിനെ ആദ്യമായി വെച്ചത്? അതിന് കാരണമുണ്ട്. യേശു ക്രിസ്തുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്, ജീവനുള്ള കല്ലായി മാറുന്നത്. ജീവനുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് ദൈവാലയം പണിയുന്നത്. ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം പണിയണമെങ്കിൽ അത് ജീവനുള്ള കല്ലുകൾ ഉപയോഗിച്ചേ കഴിയൂ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഏറ്റുപറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കൂടാതെ ജീവനുള്ള ഒരു കല്ലുകൂടി മാത്രമേ ലോകത്തുള്ളൂ. അത് സ്വന്തമാകൊണ്ട് യേശുവിനെ ഏറ്റുപറഞ്ഞ പത്രോസ് ആയിരുന്നു. അതുകൊണ്ട് ദൈവസഭയുടെ കല്ലായി ഏറ്റവും ആദ്യം ഇട്ട കല്ല് പത്രോസ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അതിനുശേഷം യോഹന്നാന്, യാക്കോബ്, അങ്ങനെ ഓരോരോ കല്ലുകൾ ഇട്ടു. പിന്നീട് പൗലോസ്, അങ്ങനെ കല്ലുകൾ വന്നു. അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ തുടങ്ങിയവർ ഏറ്റവും അടിയിലിട്ടതായ അടിസ്ഥാന ശിലകളാണ്. അതിന്റെ മുകളിലേക്കാണ് മറ്റു കല്ലുകൾ വന്നത്. 2000-ഓളം വർഷമായി ഈ ദൈവാലയം ഇങ്ങനെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവാലയത്തിന്റെ പണി ഒരു ദിവസം പൂർത്തിയാകും. അന്ന് ഇവിടെ നിന്നത് മാറ്റപ്പെടും. ആ കാലം ആസന്നമായിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ദൈവാലയത്തിന്റെ പണി ഏത് നിമിഷവും പൂർത്തിയാകാം. കർത്താവ് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അങ്ങനെ ദൈവത്തിന്റെ സഭയെ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് അതിന്റെ ക്രമീകരണങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 6ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.